നമസ്കാരം. ന്യൂസ് കോർണർ പാസ്റ്റ് ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് കർക്കിടക മാസത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു. എടപ്പാൾ രാജാസ് ആയുർവേദ ഹോസ്പിറ്റലാണ് കർക്കിടക കഞ്ഞിമരുന്ന് നൽകിയത്. എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് CV സുബൈദ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KM അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ കുറ്റിപ്പാല ആരോഗ്യ ഉപകേന്ദ്രം കുറ്റിപ്പാല ജനകീയാരോഗ്യ കേന്ദ്രമാക്കുന്നതിന്റെ പ്രഖ്യാപനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. KNM ചങ്ങരകുളം മണ്ഡലം മുജാഹിദ് ഫാമിലി മീറ്റ് വളയംകുളം MVM സ്കൂളിൽ നടന്നു. V മുഹമ്മദുണ്ണി ഹാജി അധ്യക്ഷനായി. കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് KV മുഹമ്മദ് മൗലവിയും ഇസ്ലാം, സാമ്പത്തിക ശാസ്ത്രവും സക്കാത്തും എന്ന വിഷയത്തിൽ NV സക്കറിയ മൗലവി അരീക്കോടും പ്രഭാഷണം നടത്തി. എടപ്പാൾ ഏരിയ സഹോദയ ആർട്സ് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 വരെ നടക്കും. ഓഫ് സ്റ്റേജ് ഇനങ്ങൾ ഒക്ടോബർ 7 പന്താവൂർ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിലും ഓൺ സ്റ്റേജ് ഇനങ്ങൾ 9, 10, 11 തീയതികളിൽ ചെറവലൂർ സ്കൂളിലും നടക്കും. പരിപാടിയുടെ വിജയത്തിനായുള്ള സ്വാഗത സംഘ രൂപീകരണം ഓഗസ്റ്റ് 25 നടക്കും. പോത്തന്നൂർ ദുർഗാ ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി PM മനോജ് എംബ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ശാന്തിക്കാരായ എളേടം കൃഷ്ണൻ നമ്പൂതിരി, നീരജ് ത്രിപാഠി, പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. കടകശ്ശേരി ഐഡിയൽ കോളേജ് വിമൻ ഡെവലപ്മെന്റ് സെൽ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആക്ടിവിസ്റ്റ് ഷീബ അമീർ നിർവഹിച്ചു. കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഭിലാഷ് ശങ്കർ അധ്യക്ഷനായി. ഐഡിയൽ ഫൗണ്ടർ ഡയറക്ടർ മജീദ് ഐഡിയൽ മുഖ്യപ്രഭാഷണം നടത്തി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, കുടിശ്ശികയായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരുമ്പടപ്പ് ബ്ലോക്ക് കമ്മിറ്റി ചങ്ങരകുളം ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിത്രിയ സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. T കൃഷ്ണൻ നായർ അധ്യക്ഷനായി. P ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. VV ഭരതൻ, TV സുബൈദ, PN കൃഷ്ണമൂർത്തി തുടങ്ങിയവർ സംസാരിച്ചു. പത്മപ്രഭ പുരസ്കാരം നേടിയ ആലങ്കോട് ലീലാകൃഷ്ണനെ PT മോഹനകൃഷ്ണൻ ട്രസ്റ്റ് ആദരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PT അജയ് മോഹൻ ലീലാകൃഷ്ണന് ഉപഹാരം സമർപ്പിച്ചു. അനന്തകൃഷ്ണൻ, CK പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് വളയംകുളം അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റ് സ്കിപ്പ് എ മീൽ എന്ന പേരിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ MN മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ MK ബൈജു, NSS പ്രോഗ്രാം ഓഫീസർ P അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടിശ്ശികയായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക, 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തവനൂരിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. KSSPU സംസ്ഥാന സെക്രട്ടറി CG താരാനാഥൻ ഉദ്ഘാടനം ചെയ്തു. KSSPU പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് M ജനാർദ്ദനൻ അധ്യക്ഷനായി. കേരള ഇലക്ട്രിക്കൽ വയർമെൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ എടപ്പാൾ യൂണിറ്റും ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും സംയുക്തമായി എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വൈദ്യുത സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ KM അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷനായി. Sunrise Hospital. Care beyond cure.